ഹലോ. പണ്ടൊക്കെ കർക്കിടക മാസത്തിൽ 30 ആഴ്ചയിൽ എല്ലാവരും ഇങ്ങനെ പറമ്പിലൊക്കെ ഒരു സാധനം അന്വേഷിച്ച് നടക്കുന്നത് കാണാം. എന്താണെന്നറിയോ? മൈലാഞ്ചി അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ നമുക്കങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ വലിയൊരു മൈലാഞ്ചി മരം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അരച്ച് സുഖമായിട്ട് ഇടാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം ആണെങ്കിലോ അങ്ങനെ ഒരു സാധനമേ നമ്മളുടെ പറമ്പിൽ ഇല്ലാണ്ടായിരിക്കുന്നു. ഇപ്പം മൈലാഞ്ചി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാ ചേച്ചി കൊണ്ടുവന്ന് തന്നിട്ട് വേണം. അപ്പം നമ്മൾ എന്തായാലും കർക്കിടക മാസം ആയിട്ടുണ്ടെങ്കിൽ ചേച്ചി ഇപ്പം എല്ലാ വർഷവും ചേച്ചി തന്നെ അരച്ച് കൊണ്ടുവന്നിരും. അതുകൊണ്ട് ആ പണി ലാഭം കൂടെയാണ് കേട്ടോ. നമ്മൾ കോണായിട്ട് വാങ്ങിക്കുന്ന അങ്ങനത്തെ മൈലാഞ്ചിയുടെ ആ ഒരു മണമൊന്നും അല്ല കേട്ടോ. അരച്ചിട്ടുള്ള മൈലാഞ്ചിയുടെ മണം എന്ന് പറയുന്നത് അത് വേറൊന്നു തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ മൈലാഞ്ചിയൊക്കെ കയ്യിലിടുന്നതെന്ന് അറിയോ? അത് ഒന്നാമത് നല്ല തണുപ്പാണ്. പിന്നെ നമ്മളുടെ കൈകളിലൊക്കെ ഇങ്ങനെ രോഗാണുക്കളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പണ്ടത്തെ കാലത്ത് ഈ പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അവരുടെയൊക്കെ കാല് വിണ്ട് കീറിയിട്ടുള്ള സമയത്ത് അതിലൊക്കെ ഈ മൈലാഞ്ചി തേച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ പണ്ട്. അപ്പോൾ അത് നല്ലൊരു മരുന്ന് കൂടിയാണ്. പിന്നെ നല്ല കിടിലൻ സ്പെഷ്യൽ ഡിസൈൻസ് ഒക്കെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ.